യൂസർ കാറുകൾ എടുക്കാൻ നിൽക്കുന്ന എല്ലാവർക്കും സന്തോഷമുള്ളൊരു വാർത്ത. നല്ല ക്വാളിറ്റി വാഹനങ്ങൾ ഒരുപാട് സ്റ്റോക്ക്. അതേപോലെ തന്നെ ഒരു വാഹനം എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമറിന് എന്തൊക്കെ അറിയണോ അതൊക്കെ ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തിരുന്നുണ്ട്. അതായത് വാഹനത്തിന്റെ ഉള്ളു, പുറം, വാഹനത്തിന്റെ വില, അതുപോലെ തന്നെ വാഹനത്തിന് എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കണം, എത്ര ഒരു മാസം നമുക്ക് EMI കാര്യങ്ങളൊക്കെ ഓരോ വാഹനത്തിനും വരും എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അത്ര വാഹനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് പാലക്കാടുള്ള നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിന്റെ പ്രിയോണയുടെ യൂസർ ഷോറൂമിലാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ വിൽക്കപ്പെടുന്ന ഷോറൂമാണ് പോപ്പുലർ വെഹിക്കിൾസിന്റെ ഈ ഷോറൂം. നല്ല ക്വാളിറ്റി വെഹിക്കിൾ എന്ന് വെറുതെ പറയുന്നല്ല, എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കുക ഇന്നത്തെ കാണിച്ചിരുന്ന വാഹനങ്ങൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന്. പിന്നെ വിലക്കുറവും കാര്യങ്ങളും നോക്കിയിട്ട് ലോ ക്വാളിറ്റി വാഹനങ്ങൾ അന്വേഷിച്ചേക്കുന്ന ആരും തന്നെ വീഡിയോ കാണണ്ട. നിങ്ങൾ മുടക്കുന്ന മുതലിന് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് കിടക്കുന്ന ആളുകൾ മാത്രം കണ്ടാൽ മതി. ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ ഒട്ടുമിക്ക വാഹനങ്ങൾക്കും 6 മാസം മുതൽ 1 വർഷം വരെ വാറണ്ടി ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന വാഹനങ്ങൾക്ക് 3 ഫ്രീ സർവീസ് നൽകുന്നുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഓൾ ഇന്ത്യ എവിടെ ഏത് മാരുതി സർവീസ് സെന്ററിൽ പോയാലും നമുക്ക് കിട്ടും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വില നോക്കിയിട്ട് ആരും വാഹനങ്ങൾ എടുക്കാൻ നിൽക്കണ്ട. ക്വാളിറ്റി നോക്കുക, മാർക്കറ്റ് വില നോക്കുക. നമുക്ക് ഏകദേശം ഒത്തു വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട വാഹനങ്ങൾ എടുത്തോ. ഒട്ടനവധി വാഹനങ്ങളുടെ സ്റ്റോക്ക് നിലവിലുണ്ടെന്ന് പറഞ്ഞു. അതായത് നമുക്കിപ്പോൾ ഏത് ബഡ്ജറ്റ് വാഹനം വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ബഡ്ജറ്റിലുള്ള വാഹനങ്ങളാണ് നിലവിലുള്ളത്. അതായത് നമ്മൾ ലോ ബഡ്ജറ്റ് നോക്കുന്ന ആളുകൾക്ക് ഇഷ്ടംപോലെ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അതല്ല, നല്ല ക്വാളിറ്റി വാഹനങ്ങൾ, കുറച്ച് ബഡ്ജറ്റ് മീഡിയം ബഡ്ജറ്റ് വാഹനങ്ങൾ നോക്കുന്നെങ്കിൽ അത് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ കാറുകളും ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണാൻ ഇൻഫോർമേറ്റ് കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി. ഇത് 2021 മോഡൽ മാരുതിയുടെ ഓൾട്ടോ 800 സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. LXA ആണ് വേരിയന്റ് വരുന്നത്. വെറും 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. മൈലേജ് സെഗ്മെന്റ് വാഹനം അന്വേഷിച്ചിറക്കുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന്റെ പേരിൽ ഈ വാഹനത്തിന് 1 ഇയർ വാറണ്ടി ഉണ്ട്. 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. LXAയിൽ AC പവർ സ്റ്റിയറിംഗ് വരും. അതുപോലെ തന്നെ ABS, എയർ ബാഗ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഓൾട്ടോ നിർത്തുമുള്ള ഫേസിലുള്ള വാഹനം. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരും. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 3,40,40,000 രൂപ. ഏകദേശം ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നല്ല രീതിയിൽ വ്യത്യാസമുള്ള ഒരു വാഹനമാണ്. ഒരൊറ്റ പീസേ ഉള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ബാക്കിൽ കാര്യങ്ങളൊക്കെ നേരിട്ട് വെച്ച് മനസ്സിലാക്കി. ഇത് 2021 മോഡൽ മാരുതി സുസുക്കിയുടെ ബ്രസ VXA ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 43,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഒരു സിംഗിൾ സ്ക്രാച്ച് കൂടി ഒരു വാഹനത്തിന് നിലവിലില്ല. ഇനി ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോസ് വരും. അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ABS, എയർ ബാഗ്, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ്, നല്ല ക്വാളിറ്റിയുള്ള ലെതറിന്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, LCD ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സൊക്കെയാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 8,55,000 രൂപയാണ്. ഇതിൽ മാക്സിമം ഒരു 55,000 രൂപയൊക്കെ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ട ഒരു നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. 6 മാസത്തെ വാറണ്ടി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഫോർഡ് കമ്പനിയുടെ എക്കോസ്പോർട്ട് ടൈറ്റാനിയം പ്ലസ് വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 2019 ആണ് മോഡൽ. ഇത് ഡീസൽ എഞ്ചിനാണ് കേട്ടോ. ഡീസൽ എഞ്ചിൻ എക്കോസ്പോർട്ട് ഒരുപാട് ആവശ്യക്കാർ തരുന്ന ഒരു വാഹനമാണ്. 68,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, കംപ്ലൈന്റ് ഇല്ല, കാര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് ഇവർ 1 ഇയർ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. ടൈറ്റാനിയം പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ്, ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 6 എയർ ബാഗ് വരുന്നൊരു വാഹനമാണ്. അതേപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഫംഗ്ഷൻ സ്റ്റിയറിംഗ്, നല്ല ക്വാളിറ്റിയുള്ള ലെതറിന്റെ സീറ്റ് കവേഴ്സ്, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, LCD ഡിസ്പ്ലേ, മിറർ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ കണ്ടീഷൻ ടയേഴ്സ്, ആലോയ് വീല്, ഫോഗ് ലാംപ്സ് എല്ലാം വരുന്ന വാഹനമാണ്. നല്ല ക്വാളിറ്റി ഫുൾ ഓപ്ഷൻ വാഹനം നിങ്ങൾക്ക് 1 ഇയർ വാറണ്ടിയോട് കൂടിയിട്ട് എക്കോസ്പോർട്ട് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 8,85,000 രൂപയാണ്. നമ്മുടെ കയ്യിൽ ഒരു 60,000 രൂപ 70,000 രൂപ റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് പോകാം. ലോൺ ചെയ്യുമ്പോൾ നമുക്ക് 1 ലക്ഷത്തിന് EMI വരിക 2,400 രൂപയാണ്. അപ്പോൾ നമ്മൾ 6 ലക്ഷം രൂപ ലോൺ ചെയ്യുകയാണെങ്കിൽ 2,400 × 6 നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ EMIയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇത് 2021 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് VXA ആണ് വേരിയന്റ്. 2021 പറഞ്ഞു. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 63,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ VXAയിൽ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ട് ABS, എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ, റിമോട്ട് സെൻട്രൽ ലോക്ക്, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ്, നല്ല ക്വാളിറ്റി ഉള്ളവരുടെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ഏകദേശം ഒരു 80% കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 6,85,000 രൂപയാണ്.
ഇതിൽ ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഇത് 2022 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. ZX ആണ് വേരിയന്റ്. ഫുൾ ഓപ്ഷൻ ആണ്, അതായത് ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെയുള്ള ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1200 cc പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. വെറും 34,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ വാഹനത്തിന് 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ എവിടെയും കിട്ടും. ഇനി ZX എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കാം. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ് വരും. അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റബിൾ മിറർ, റിമോട്ട് സെൻട്രൽ ലോക്ക്, ABS, എയർ ബാഗ്, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലോർ മാറ്റ് വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, സ്പോയിലറും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. പിന്നെ അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഏകദേശം ഒരു 70%-ഓളമുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 5,95,000 രൂപയാണ്. ഇതിൽ തന്നെ നമുക്കൊരു 40,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ തന്നെ 1 വർഷത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ്, ഓൾ ഇന്ത്യ മാരുതിയുടെ ഏത് സർവീസ് സെൻ്ററിലും നമുക്ക് കിട്ടും. വെറും 30,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 ഇയർ വാറണ്ടിയോട് കൂടി വാങ്ങാൻ പറ്റുന്ന ഒരു ലോ ബഡ്ജറ്റ് വാഹനമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് 2017 മോഡൽ ഹ്യുണ്ടായിയുടെ ഇയോൺ എന്ന വാഹനമാണ്. എറ പ്ലസ് ആണ് വേരിയൻറ്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ വാഹനം വെറും 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി എറ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ 2 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ്, ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സാണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,87,500 രൂപയാണ്. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. വെറും 40,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസോട് കൂടി വാങ്ങാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി സെലീറിയോ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. 2022 മോഡൽ മാരുതിയുടെ സെലീറിയോ VX ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൽ 4 ഡോർ പവർ വിൻഡോസ് വരും. അതുപോലെ തന്നെ ABS, എയർ ബാഗ്, ക്വാളിറ്റി സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട്. കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5,20,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 40,000 രൂപ, 30,000 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. ഇതിന് 1 ഇയർ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. അടുത്തായിട്ട് ഫാമിലി കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ ലേഡീസ് ഒക്കെ ഏറ്റവും കൂടുതൽ തിരയുന്നൊരു വാഹനമാണ് മാരുതിയുടെ ഓൾട്ടോ K10 ഓട്ടോമാറ്റിക്കിൽ വരുന്ന വാഹനം. നമുക്ക് 2014 മോഡൽ നല്ലൊരു വാഹനം നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. VX ഓട്ടോമാറ്റിക് വേരിയന്റ്, 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനം. പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. 66,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് 2 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക്, AC, പവർ സ്റ്റിയറിംഗ്, നല്ല കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോഗ് ലാംപ്സ് ഒക്കെ വരുന്ന വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 3 ലക്ഷം രൂപയാണ്. നമുക്ക് 2,50,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇത് 2016 മോഡൽ മാരുതിയുടെ വാഗനർ ആണ്. VX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ 71,000 കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,65,000 രൂപയാണ്. ഇതിൽ തന്നെ നമുക്ക് 50,000 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇത് ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ഈ പറഞ്ഞ പോലെ തന്നെ 3 ലക്ഷം രൂപ നമ്മൾ ലോൺ ചെയ്യുകയാണെങ്കിൽ 2,400 × 3 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ മാസത്തെ EMI കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇത് 2018 മോഡൽ മാരുതിയുടെ ഓൾട്ടോ 800 ആണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. LX ആണ് വേരിയന്റ്. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് AC, പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 3,10,000 രൂപ. നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അടുത്ത 2013 മോഡൽ മാരുതിയുടെ വാഗനർ ആണ്. VX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ വെറും 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,10,000 രൂപയാണ്. ഇതിൽ നമുക്ക് ഒരു 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഇത് 2015 മോഡൽ മാരുതിയുടെ സെലീറിയോ എന്ന് പറയുന്ന വാഹനമാണ്. ZX ആണ് വേരിയന്റ്. നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. വെറും 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ZX എന്ന് പറയുന്ന വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിന് 4 ഡോർ പവർ വിൻഡോസ് വരും. അതുപോലെ തന്നെ ABS, എയർ ബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളുണ്ടാവും. ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,60,000 രൂപയാണ്.
ഇതിൽ തന്നെ ഒരു 60,000 രൂപ ആ റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 3 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. ഇത് 2017 മോഡലിൽ മാരുതിയുടെ ഓൾട്ടോ 800 LX വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം, പെട്രോൾ എഞ്ചിനാണ്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ 2 പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് 1 ഇയർ വാറന്റിയും ഇവർ കൊടുക്കുന്നുണ്ട്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 2,92,500 രൂപയാണ്. ചെറിയ ഇതിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 1 ഇയർ വാറന്റിയോട് പോയിട്ട് പരിപൂർണ്ണ വിശ്വാസമായിട്ട് ഒരു ഓൾട്ടോ 800 വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. അടുത്തായിട്ട് ലോ ബഡ്ജറ്റ് വാഹനങ്ങളൊക്കെ തിരയുന്ന ആളുകൾക്ക് പറ്റിയൊരു വാഹനം, നല്ല കണ്ടീഷൻ വാഹനം നിലവിൽ പറഞ്ഞ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് 2012 മോഡൽ മാരുതിയുടെ ഓൾട്ടോയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1,17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കണ്ടീഷൻ വാഹനമാണ്. വേറെ മേജർ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ ടയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് വരുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും നിലവിൽ ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് 1,45,000 രൂപയാണ്. ഇത് 2012 മോഡല് ഹ്യുണ്ടായുടെ സാൻഡ്രോക്ക് സിംഗ് എന്ന വാഹനമാണ്. GL+ ആണ് വേരിയന്റ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1,09,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്. കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,48,000 രൂപയാണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ടുള്ള വിലയും കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാവും. ഇത് 2014 മോഡലിൽ നിസാൻ കമ്പനിയുടെ മൈക്ര XL ആണ് വേരിയന്റ്. 2ാമത്തെ ഓണർഷിപ്പിലാണ്. പക്ഷേ വെറും 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 2 പവർ വിൻഡോസ്, അതുപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. പിന്നെ വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 3 ലക്ഷം രൂപയാണ്. ഏകദേശം ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ലോ ബഡ്ജറ്റിൽ ഒരു ഓൾട്ടോ 800 വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. 2013 മോഡലിൽ ഓൾട്ടോ 800 LX വേരിയന്റ് ആണ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,10,000 രൂപയാണ്. ഇതിൽ തന്നെ നല്ല രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും.